Good morning students, welcome to the video. നമ്മൾ 5th ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാണ്. 5ാമത്തെ ചാപ്റ്റർ DC regulated power supplies. ഇതൊരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരും. ഇതിനകത്താണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്ടിഫയേഴ്സ് പഠിക്കുന്നത്. റെക്ടിഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. എന്താണ് DC regulated power supplies നോക്കാം. അപ്പോൾ എന്താണ് ഈ DC regulated power supply എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ DC പവർ സപ്ലൈ ചെയ്യുന്നത് ഇറ്റ് കൺവേർട്സ് AC ഇൻപുട്ട് വോൾട്ടേജ് ഇൻടു DC ഫോം ആൻഡ് മെയിൻറ്റെയിൻസ് ഔട്ട്പുട്ട് വോൾട്ടേജ് അറ്റ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഇപ്പോൾ DC പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ AC ഇൻപുട്ട് വോൾട്ടേജിനെ DC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ AC വോൾട്ടേജിനെ DCയിലേക്ക് കൺവേർട്ട് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ആ കൺവേർട്ട് ചെയ്ത DC വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുകയും ചെയ്യും. ഇറസ്പെക്റ്റീവ് ഓഫ് AC ഇൻപുട്ട് ഫ്ലക്ച്വേഷൻസ് ആൻഡ് വേരിയേഷൻസ് ഇൻ ലോഡ് റെസിസ്റ്റൻസ് വാല്യൂ. AC ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്താലും ലോഡിന്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്താലും ഒന്നും ഈ DC ആയിട്ട് കൺവേർട്ട് ചെയ്ത വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. ആ DC വാല്യൂവിന് ഒരിക്കലും മാറ്റം വരുത്തില്ല. അതായത് നമുക്ക് പവർ സപ്ലൈയുടെ ഔട്ട്പുട്ടിൽ ഒരു കോൺസ്റ്റന്റ് DC വാല്യൂ കിട്ടും. ഓക്കെ, അതായത് പവർ സപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. AC വാല്യൂവിനെ ഇറ്റ് കൺവേർട്സ് ഇറ്റ് ഇൻടു DC വാല്യൂ. AC വോൾട്ടേജിനെ പവർ സപ്ലൈ കൺവേർട്ട് ചെയ്ത് DC വോൾട്ടേജ് ആക്കി മാറ്റും. ഓക്കെ, അങ്ങനെ കൺവേർട്ട് ചെയ്ത് DC വോൾട്ടേജ് ആക്കിയാൽ ഈ DC വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. DC വോൾട്ടേജ് കോൺസ്റ്റന്റ് DC വോൾട്ടേജ് ആയിരിക്കും. ഈ AC ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്താലും ലോഡ് റെസിസ്റ്റൻസ് വേരി ചെയ്താലും ഒന്നും ഈ DC വോൾട്ടേജ് ചേഞ്ച് ചെയ്യത്തില്ല. അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. പവർ സപ്ലൈയുടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന DC വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ വേരിയേഷൻ ഇൻ AC ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ലോഡ് വേരിയേഷൻസ്. ലോഡിന്റെ റെസിസ്റ്റൻസ് വേരി ചെയ്താലും, നമ്മൾ പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന ലോഡിന്റെ റെസിസ്റ്റൻസ് വേരി ചെയ്താലും, ഓക്കെ, ഈ AC ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്താലും ഒന്നും ഈ DC വോൾട്ടേജ് മാറത്തില്ല. കൺവേർട്ട് ചെയ്ത DC വോൾട്ടേജ് മാറത്തില്ല. അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ വാട്ട് ഈസ് എ പവർ സപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് കൺവേർട്സ് AC ഇൻപുട്ട് വോൾട്ടേജ് ഇൻടു DC വോൾട്ടേജ്. AC വോൾട്ടേജിനെ DC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് പവർ സപ്ലൈ കൺവേർട്സ് AC വോൾട്ടേജ് ഇൻടു DC വോൾട്ടേജ്. അപ്പോൾ പവർ സപ്ലൈ ചെയ്യുന്നത് AC വോൾട്ടേജിനെ DC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ആൻഡ് മെയിൻറ്റെയിൻസ് നിലനിർത്തുന്നു ദിസ് DC വോൾട്ടേജ് ആസ് കോൺസ്റ്റന്റ്. AC വോൾട്ടേജിനെ DC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ആ കൺവേർട്ട് ചെയ്ത DC വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് AC ഇൻപുട്ട് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ AC വോൾട്ടേജ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് സാധാരണഗതിയിൽ 230 വോൾട്ടാണ് കിട്ടേണ്ടതെങ്കിലും പലപ്പോഴും കിട്ടുന്നത് 180 ആയിരിക്കും, ചിലപ്പോൾ 190 ആയിരിക്കും, ചിലപ്പോൾ 200 ആയിരിക്കും, ചിലപ്പോൾ 210 ആയിരിക്കും. ഇങ്ങനെ AC വോൾട്ടേജ്, ഇൻപുട്ടിലുള്ള AC വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ AC വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ചെയ്താലും DC വോൾട്ടേജ് മാറത്തില്ല. DC വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പോൾ പവർ സപ്ലൈ ചെയ്യുന്നത് ACയെ DC ആക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇറ്റ് ഓൾസോ മെയിൻറ്റെയിൻസ് ദിസ് DC വോൾട്ടേജ് ആസ് കോൺസ്റ്റന്റ്. ഈ DC വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുകയും ചെയ്യും, ഇറസ്പെക്റ്റീവ് ഓഫ് AC voltage fluctuations and load resistance variation.
ലോഡ് റെസിസ്റ്റൻസ് വേരി ചെയ്താലും ഇൻപുട്ടിന് നമ്മൾ കൊടുക്കുന്ന എ സി വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ചെയ്താലും ഒന്നും പവർ സപ്ലൈക്ക് പ്രശ്നമല്ല. അത് ഡി സി വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തും. അപ്പോൾ പവർ സപ്ലൈ കൺവേർട്സ് എ സി ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഡി സി വോൾട്ടേജ്. എ സി വോൾട്ടേജിനെ ഡി സി വോൾട്ടേജ് ആക്കി മാറ്റുന്നു പവർ സപ്ലൈ. Okay, also maintains this DC voltage as constant. ഈ DC വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്നു irrespective of AC input voltage variation and load resistance variation. Load resistance variation ഉണ്ടായാലോ AC input voltage variation ഉണ്ടായാലോ ഒന്നും പവർ സപ്ലൈക്ക് പ്രശ്നമല്ല. അതെങ്ങനെയായാലും DC വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തും. നെക്സ്റ്റ്, നീഡ് ഫോർ പവർ സപ്ലൈ. വാട്ട്സ് എ നീഡ് ഫോർ പവർ സപ്ലൈ? ഇഷ്ടം പോലെ എ സി വോൾട്ടേജ് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, കേരളത്തിൽ KSCB പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുകൂടാതെ NTPC പവർ പ്ലാന്റ് ഉണ്ട്, അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് KSCB ആണ് മേടിച്ചു തരുന്നത്. അപ്പോൾ എന്നിട്ടും ഡി സി സപ്ലൈയുടെ ആവശ്യം എന്താണ്? ഇഷ്ടം പോലെ എ സി സപ്ലൈ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, പ്ലെന്റി ഓഫ് എ സി വോൾട്ടേജ് ഇസ് അവൈലബിൾ in our country. Then what is the need of this power supply? അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഇഷ്ടംപോലെ എ സി പവർ സപ്ലൈ ഉണ്ട്. ഇത് അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 230 വോൾട്ടിലാണ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ എ സി വോൾട്ടേജ് അവൈലബിൾ ആയിട്ടുള്ളത് 230 വോൾട്ട് ആണ്. ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. ഓക്കെ, പക്ഷേ നമുക്ക് ഇഷ്ടംപോലെ എ സി വോൾട്ടേജ് 230 വോൾട്ടിൽ 50 ഹെർട്സ് ഫ്രീക്വൻസിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ മിക്ക ഇലക്ട്രോണിക് ഡിവൈസസും ഡി സി വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത്. ചില ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഡി സി വോൾട്ടേജ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പല ഇലക്ട്രോണിക് ഡിവൈസിനും ഡി സി വോൾട്ടേജ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ എ സി അവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും പല ഇലക്ട്രോണിക് ഡിവൈസിനും ഡി സി വോൾട്ടേജ് അതിന്റെ ഓപ്പറേഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ മിക്ക ഇലക്ട്രോണിക്സ് ഡിവൈസസിനും അതിന്റെ ഓപ്പറേഷന് ഡി സി വോൾട്ടേജ് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ പല ഇലക്ട്രോണിക് ഡിവൈസിനും അതിന്റെ ഓപ്പറേഷന് വേണ്ടി ഡി സി ആവശ്യമായിട്ട് വന്നാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എ സിയിൽ നിന്ന് ഡി സി എന്തോ ചെയ്യണം, കൺവേർട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഡി സി ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി എ സിയെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതാണ് ഈ പവർ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ഡൺ ബൈ പവർ സപ്ലൈ. ഓക്കെ, വി ഹാവ് ടു ഒബ്റ്റെയിൻ ഡി സി ഫ്രം അവൈലബിൾ എ സി. അവൈലബിൾ ആയിട്ടുള്ള എ സി പവർ സപ്ലൈ അവൈലബിൾ ആയിട്ടുള്ള എ സി പവറിൽ നിന്നും ഡി സി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തെടുക്കണം. അതാണ് പവർ സപ്ലൈ ചെയ്യുന്നത്. എ സിയെ ഡി സി ആക്കി മാറ്റും. അപ്പോൾ മിക്ക ഇലക്ട്രോണിക് ഡിവൈസിനും വർക്ക് ചെയ്യണമെങ്കിൽ ഡി സി സപ്ലൈ ആവശ്യമായിട്ട് വരും. ഓക്കെ, അതിന്റെ ഓപ്പറേഷന് വേണ്ടി ഡി സി സപ്ലൈ ആവശ്യമായിട്ട് വരും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എ സിയിൽ നിന്ന് ഡി സി ഒബ്റ്റെയിൻ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ എന്തോ ചെയ്യുന്നു, എ സിയെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് സാധാരണഗതിയിൽ പവർ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ നീഡ് ഓഫ് ദിസ് പവർ സപ്ലൈ. ഓക്കെ, പവർ സപ്ലൈയുടെ നീഡ് ഇതാണ്. മിക്ക ഇലക്ട്രോണിക് ഡിവൈസിനും അതിന്റെ ഓപ്പറേഷന് വേണ്ടി ഡി സി വോൾട്ടേജ് ആവശ്യമാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ ഇലക്ട്രോണിക് ഡിവൈസസ് റിക്വയർ ഡി സി വോൾട്ടേജ് ഫോർ their operation. Hence, DC is to be obtained from available AC by converting it into DC form. Okay, we have to convert AC into DC. Okay, this is done by power supply. അപ്പോൾ എ സിയെ ഡി സി ആക്കി മാറ്റുക. മിക്ക ഇലക്ട്രോണിക് ഡിവൈസിനും അതിന്റെ ഓപ്പറേഷന് വേണ്ടി ഡി സി ആവശ്യമാണ്. അപ്പോൾ ഈ ഡി സി കിട്ടാൻ വേണ്ടി നമ്മൾ എ സി എന്തോ ചെയ്യണം, ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ദിസ് ഈസ് ഡൺ ബൈ എ പവർ സപ്ലൈ. ഇതാണ് പവർ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ.